ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ കൊച്ചടുക്കളയിലാണ് നമ്മൾ ഈസ്റ്റർ സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നത്. ഈസ്റ്ററിനൊരു സ്പെഷ്യൽ വേണ്ടേ? എന്തായാലും എല്ലാം വ്ളോഗ്സിൽ ഈസ്റ്റർ സ്പെഷ്യൽ ഇല്ലാണ്ട് പോകണത് ശരിയല്ല. അപ്പോൾ ഈസ്റ്ററിന് വേണ്ടിയിട്ട് നമ്മുടെ പെസഹ വ്യാഴാഴ്ചയുടെ വിഭവം സിനിയുടെ വീട്ടിൽ പോയി ചെയ്ത് ഇൻട്രിയപ്പോൾ ഒക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ആ എപ്പിസോഡ് ടോട്ടലി ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷം. കമൻറ്റ് ബോക്സൊക്കെ ഒരുപാട് നല്ല കമൻസ് ആയിരുന്നു, ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഈസ്റ്ററിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈസ്റ്ററിന് പല ടൈപ്പ് ഓഫ് അപ്പം നമ്മൾ ചെയ്ത് കാണിച്ചിട്ടുണ്ട്, പല രീതിയിൽ നമ്മൾ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. പാലപ്പം ഉണ്ട്, വട്ടയപ്പം ഉണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ, കുറേയൊക്കെ. പക്ഷേ ഇന്ന് ഞാൻ വ്യത്യസ്തമായൊരപ്പം ഉണ്ടാക്കാൻ പോണു. അതുപോലെ ഇന്ന് മീറ്റ് ബോൾ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മട്ടൺ കീമയിലാണ് ചെയ്യാൻ പോകുന്നത്. മട്ടൺ കീമ അത് തന്നെ ബീഫ് കീമയിലും വേണമെങ്കിൽ ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ ചെയ്തോളൂ. ഞാനിപ്പോൾ മട്ടൺ കീമയിലാണ് ചെയ്യാൻ പോകുന്നത്. ഒരു 1/2 കിലോ മട്ടൺ കീമ മേടിച്ച് വെച്ചിട്ടുണ്ട്. കൊത്തിയ ആട്ടിറച്ചി അത് ഒന്നരയ്ക്കും. എന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ബോൾസ് ആക്കിയിട്ട് നെല്ലിക്ക വലുപ്പത്തിലെ ബോൾസ് ആക്കാം. എന്നിട്ട് വറുത്തെടുത്തിട്ടാണ് ഒരു ഗ്രേവി ഉണ്ടാക്കി അതിലേക്ക് ചേർക്കാം. അപ്പോൾ തേങ്ങാപ്പാലുണ്ടാകും, തേങ്ങ ഉണ്ടാവും, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ മീറ്റ് ബോൾ കറി വിത്ത് അപ്പം എങ്ങനെയുണ്ടാവും? അടിപൊളിയായിട്ട് ചെയ്യാം. ഓക്കെ, ഈസ്റ്റർ സ്പെഷ്യൽ അല്ലേ? അപ്പോൾ തുടങ്ങാം, കൂടുതൽ സംസാരിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള അപ്പം മേക്കിംഗ്, ഇത് സത്യം പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് സ്റ്റൈൽ ഓഫ് അപ്പമാണ്. വെച്ചേക്കാൻ ഒരുപാട് നേരമൊന്നും വെക്കേണ്ട. എങ്കിലും നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്തിന് മുന്നേ അപ്പത്തിനുള്ള കാര്യങ്ങളൊക്കെ അരച്ച് റെഡിയാക്കി വെക്കാം. സോ ദാറ്റ് കറി ആയി കഴിയുമ്പോൾ അപ്പത്തിൻ്റെ മാവും കറക്റ്റായിട്ടിരിക്കും. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അരയ്ക്കാം. കുറച്ച് വ്യത്യാസമാണെന്ന് ഞാൻ പറഞ്ഞാൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസും ഒക്കെ വ്യത്യാസമായിരിക്കും. നോക്കിക്കോളൂ, ഇതേ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഈ മിക്സിയുടെ ബൗളിലേക്ക് മാറ്റാൻ പോകും. ഇതുപോലെ 4 ബ്രെഡ് ഞാനിങ്ങനെ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഉരുളക്കിഴങ്ങ്, അതിൻ്റെ സ്കിന്നൊക്കെ മാറ്റിയിട്ട് പുഴുങ്ങിയതാണ്. ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, ഒരു മീഡിയം സൈസ് എന്ന് പറയാം. പിന്നെ അതേ 1 കപ്പ് തേങ്ങയുണ്ട്. ഇത്രയും കാര്യങ്ങൾ ആദ്യത്തെ റൗണ്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങും അതുപോലെ ബ്രെഡ് പീസസ്, ഇനി 1 കപ്പ് തേങ്ങ ചിരകിയതും, ഇത് 3 കാര്യങ്ങളും കൂടി ഒന്നിച്ചാക്കി ആദ്യം ഒരു ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് അരയ്ക്കും. ഇപ്പം ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു. ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി വേണ്ടി വരും. ഇനി ഇതിലേക്ക് റൈസ് ഫ്ലവർ, അതായത് അപ്പത്തിൻ്റെ പൊടി 1 കപ്പ് ചേർത്തു. ഇനി ഒരു സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കട്ടെ. എന്നിട്ട് ബാക്കി വെള്ളവും കൂടി ചേർക്കാം. വീണ്ടും ഒരു 1/2 കപ്പ് വെള്ളം, പിന്നെ എല്ലാം കൂടി ചേർത്തിട്ട് ഇപ്പോൾ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു. അപ്പോൾ ടോട്ടൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ മാവിനെ 2 ആക്കി, കാരണം ഇത്രയും ക്വാണ്ടിറ്റി ഇതിനകത്ത് കയറില്ല. ഇപ്പം ഞാൻ 1 കപ്പ് അരിപ്പൊടിയല്ലേ ചേർത്ത്, ഇനി 1 കപ്പ് അരിപ്പൊടിയും കൂടി ചേർക്കണം. അതിനാണ് 2 ആയിട്ട് മാറ്റിയത്. അപ്പത്തിൻ്റെ പൊടി, ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. 2 പ്രാവശ്യമായിട്ട് അരച്ചിട്ട് എല്ലാം കൂടി ഒന്നിച്ചാക്കാം, അതാകുമ്പോൾ ഈസി. ഇപ്പോൾ ഫസ്റ്റ് റൗണ്ട് അരച്ചത് 1 പ്രാവശ്യത്തത് ഇങ്ങനെ ഒരു ബൗളിലേക്ക് മാറ്റി പാത്രത്തിലേക്ക്. ഇനി ബാക്കിയിരിക്കുന്ന നമ്മൾ ഒന്നിച്ചിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചല്ലോ, അത് അരച്ചെടുക്കാം. ഇനി ഇതിനകത്ത് 2 കാര്യം, അതായത് പഞ്ചസാര ചേർക്കണം, അതുപോലെ കുറച്ച് അവലും ചേർക്കണം. ഒരു 1/2 കപ്പ് വെളുത്ത അവൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്, അത് കുതിർന്നു. ഇനി ദേഹം നോക്കിക്കോളൂ, അല്പം പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, 1 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് കുതിർത്ത അവലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ സെക്കൻഡ് ലോട്ടും അരച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ഈ സമയം കൊണ്ട് നമ്മുടെ മീറ്റ് ബോൾസ് കറി ഉണ്ടാക്കാം. ഇത് 1/2 കിലോ മട്ടൺ കൊത്തിയതാണ്. നന്നായിട്ട് ഇത് ഇപ്പോൾ UK-ലാണെങ്കിൽ കഴുകേണ്ട ആവശ്യമില്ല, പക്ഷേ നാട്ടിലാണെങ്കിൽ ഇത് ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നുണ്ട്, കഴുകിയിട്ട് ഊറ്റിയെടുത്തതാണ്. ഓക്കെ, ഇനി ഇത് അരച്ചെടുക്കാം.
മിക്സിയിലിട്ട് 2 അടി അടിക്കുമ്പോൾ കുഴഞ്ഞ് വരും. യെസ്, അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് മട്ടൺ 1 കിലോ. ഇതിൽ ഫാറ്റൊന്നുമില്ല കേട്ടോ, അങ്ങനെ ഫാറ്റ് പീസൊന്നുമില്ല, അത് നല്ല കഷ്ണങ്ങൾ തന്നെയായിരുന്നു. ഇനി ഈ ഒരു ബൗളിലേക്ക് വീണ്ടും കുറച്ച് കാര്യങ്ങൾ, അതായത് ഇത് ഒരു സവാള പീസസ് ആയിട്ട് മുറിച്ചത്, ഇഞ്ചി 1 കഷ്ണം, അതിങ്ങനെ 2ആയിട്ട് ഞാൻ മുറിച്ചേ ഉള്ളൂ, 1 കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 5 പച്ചമുളക്. ഇത്രയും കാര്യങ്ങളും കൂടി ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത ആ മസാലയും കൂടി മീറ്റ് ബോൾസിൻ്റെ ആ ഒരു മിക്സിലേക്ക് ഇറച്ചിയുടെ കൂടെ ചേർക്കണം. അപ്പോൾ ഇറച്ചിയുടെ കൂടെയുള്ള മസാല അരച്ച് ഇതിനകത്ത് ചേർത്തു. ഇനി ഉപ്പ് ചേർക്കാനുണ്ട്, പിന്നെ ഒരു കാര്യം കൂടി ചേർക്കും, ആ കാര്യം കൂടി അരച്ചെടുക്കണം. അതായത് അത് ടോട്ടൽ മസാലയാണ്, അതിൽ നിന്നും കുറച്ച് ചേർക്കും. മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും, പിന്നെ എന്താ പറയുക, മുഴുവൻ കുരുമുളകും, മല്ലിപ്പൊടിയും, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടൊന്ന് അരയ്ക്കണം. അതും കൂടി അരച്ചിട്ട് ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, അതായത് ഏകദേശം 1 ടേബിൾ സ്പൂൺ എന്ന് തന്നെ പറയാം. ഒരു 2 ടീസ്പൂണോളം കുരുമുളകും ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും, പിന്നെ ഗരം മസാല പൊടിച്ചതുണ്ടെങ്കിൽ അതായാലും മതി. പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതെല്ലാം കൂടി പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ. ഇതിൻ്റെ പട്ടയുണ്ട്, ഗ്രാമ്പൂ ഉണ്ട്, ഏലക്കയുണ്ട്, പെരിഞ്ചീരകം ഇല്ല. പെരിഞ്ചീരകം ഞാൻ സെപ്പറേറ്റ് 1/2 ടീസ്പൂൺ ചേർത്തു. അത് പെരിഞ്ചീരകം കൂടി ചേർത്ത് പൊടിച്ചെടുത്ത ഗരം മസാല ആണെങ്കിൽ പ്രത്യേകിച്ച് പെരിഞ്ചീരകം ചേർക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കൂടി ഒന്ന് അരച്ചിട്ട് വരാം. ഓക്കെ, നമ്മൾ വെള്ളം ചേർത്തിട്ടല്ല, ഒരു പൗഡർ ഫോമിലാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. അരയ്ക്ക എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാതാകുമ്പോൾ ഇതിങ്ങനെ പൗഡറായിട്ട് വന്നു. ഇതൊരു മസാല പൗഡറാണ്, ഇത് നല്ല മണം. ഇനി ഇതിൽ നിന്നും ഒരല്പം കുറച്ചെടുത്തിട്ട് നമ്മുടെ ഈ കൂട്ടിൻ്റെ കൂടെ ചേർക്കുക. 1 ടീസ്പൂൺ ചേർക്കുക. ഓക്കെ, അത് മതി. ബാക്കി നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമുണ്ട്, ഇത് ഇത്രയും മതി. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം, ഈ മീറ്റ് ബോൾസിലേക്ക് ആവശ്യമുള്ള ഉപ്പ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തു. ഇനി ഒന്ന് മിക്സ് ചെയ്യാം, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ല മിക്സിങ്, എല്ലാ കാര്യങ്ങളും എല്ലാ ഭാഗത്തേക്കും ആകും. ഇനിയാണ് ഒരു കാര്യം കൂടി ചേർക്കേണ്ടത്, അതായത് മുട്ട. ഒരു മുട്ട ചേർക്കാം. അപ്പോൾ ഇത് കുറച്ചിങ്ങനെ ലൂസായി വരുമല്ലോ. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് അല്ലെങ്കിൽ ബ്രെഡ് പൊടിച്ചതോ അല്ലെങ്കിൽ ഡ്രൈഡ് ബ്രെഡ് ക്രംസോ എന്താണെങ്കിലും കുഴപ്പമില്ല, അതും കൂടി ചേർക്കാം. ഒരു 1-1.5 കപ്പ് റൊട്ടിപ്പൊടി എടുത്ത് വയ്ക്കുക, ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. നല്ലൊരു പിടുത്തം കിട്ടും. അപ്പോൾ റൊട്ടിപ്പൊടിയുടെ അളവെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 6 സ്ലൈസ്, മീഡിയം സൈസിലെ സ്ലൈസാണ്, 6 എണ്ണം പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് ഞാനിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ആവശ്യാനുസരണം ഇട്ടാൽ മതി. ഏകദേശം ഒരു 2 കപ്പോളം ചിലപ്പോൾ വേണ്ടി വരും, നോക്കുക. നമുക്കിത് ബോൾസായിട്ട് ഇനി ഇത് എണ്ണയിൽ വറുക്കാനുള്ളതാണ്. അപ്പോൾ അത് വിട്ടു പോകാണ്ട് നല്ലതായിട്ട് ഇരിക്കുകയും വേണം, ആ ഒരു ഉറപ്പ് കിട്ടണം. അതിനാണ് റൊട്ടിപ്പൊടിയും കൂടി ചേർക്കുന്നത്. അപ്പോൾ ടോട്ടൽ 6 സ്ലൈസസ്, 6 സ്ലൈസ് ബ്രെഡാണ് ഞാൻ പൊടിച്ചെടുത്തത്. ഇനി ഉപ്പൊക്കെ നോക്കുക, പക്ഷേ ഈ പച്ചിറച്ചിയിൽ ഉപ്പ് നോക്കാൻ പാടാണ്. ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലോ, നോക്കാതെ മതി. ഇനി ഇതിൽ നിന്നും നെല്ലിക്ക വലുപ്പത്തിലുള്ള ഉരുളകൾ ഉരുട്ടിയെടുത്തിട്ട് എണ്ണയിൽ വറുത്ത് മാറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ മീറ്റ് ബോൾസ് എല്ലാം ഞാനിങ്ങനെ ഉരുട്ടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നു. ചെറിയൊരു നെല്ലിക്കയുടെ വലുപ്പം അത്ര ഉദ്ദേശിക്കണുള്ളൂ. ഒരുപാട് മീറ്റ് ബോൾസ് കിട്ടും കേട്ടോ, ചെറിയ 1/2 കിലോ മീറ്റേ ഉള്ളൂ, പക്ഷേ ഇഷ്ടംപോലെ ക്വാണ്ടിറ്റി കിട്ടും. ടോട്ടൽ എനിക്ക് എത്ര മീറ്റ് ബോൾസ് ഉരുട്ടാൻ പറ്റിയെന്ന് ഞാൻ പറയാം കേട്ടോ, അവസാനം ലാസ്റ്റ് പറയാം, എണ്ണം പറയാം. ഇത് സിമ്പിൾ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ഒരുപാടുമില്ല. സിമ്പിൾ.
അപ്പോൾ മീറ്റ് ബോൾസ് എല്ലാം തന്നെ ഉരുട്ടി കഴിഞ്ഞു. എനിക്കിപ്പോൾ ഒരു 45 ബോൾസ് കിട്ടി. നിങ്ങൾക്ക് കുറച്ചുകൂടി ചെറുതാക്കിയാൽ 50 ബോൾസ് വരെ എടുക്കാം. അപ്പോൾ അടുപ്പ് എത്തിച്ചിട്ട് ഇതൊന്ന് വറുക്കാനായിട്ട് എണ്ണ എടുക്കും. എണ്ണ ചൂടാക്കിയിട്ട് ഒന്ന് വറുത്ത് മാറ്റും. അപ്പോൾ നല്ല വെളിച്ചെണ്ണയിൽ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം. ഇതിലിട്ടിട്ട് കുറേശ്ശെ വറുത്ത് വരാം. എണ്ണ ഇപ്പോൾ ചൂടായി. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് ഇളക്കി തുടങ്ങിയാൽ മതി. ചെറുതായിട്ട് മൂവ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, നന്നായിട്ടൊന്ന് വേഗട്ടെ. എന്തൊന്ന് കളറൊക്കെ ചെറുതായി മാറുമ്പോൾ എണ്ണയിൽ നിന്നും മാറ്റാം. അങ്ങനെ നമ്മുടെ മീറ്റ് ബോൾസ് ഈസ് ഗെറ്റിംഗ് റെഡി. കോരി തുടങ്ങാറായി വരുന്നുണ്ട്. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായിക്കൊണ്ടിരിക്കുന്നു. ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് എണ്ണയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് അടുത്ത ലോട്ടിടുക. ഇതിപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ മീറ്റ് ബോൾസ് എല്ലാം എണ്ണയിൽ നിന്ന് മാറ്റി തുടങ്ങാം. ഇനി ബാക്കിയിരിക്കുന്നത് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ മീറ്റ് ബോൾസ് വറുത്തുകൊണ്ട് ഇനി ഒരു സെറ്റും കൂടി ഉള്ളൂ. ആ സമയം ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ വേറൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ചു. നമുക്കിതിനൊരു ഗ്രേവി ഉണ്ടാക്കണം. അപ്പോൾ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഈ വറുത്ത എണ്ണയിൽ നിന്ന് തന്നെ കുറച്ച് എണ്ണ എടുത്ത് ഒഴിച്ചിട്ട് ഗ്രേവി ഉണ്ടാക്കും. വറുത്തുകൊണ്ടിരിക്കുന്ന എണ്ണ എന്ന് പറയുമ്പോൾ ചൂടുണ്ട്, 2 ആ ഇറച്ചിയുടെ സ്വാദൊക്കെ ഇറങ്ങിയ എണ്ണയാണല്ലോ. കുറച്ചുകൂടെ ഫ്ലേവർഫുള്ളായിരിക്കും കാര്യങ്ങൾ. ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞ 1.5 ടേബിൾ സ്പൂണോളം ഉണ്ട്. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി അരിഞ്ഞതും 2 പച്ചമുളക് സ്ലൈസ് ചെയ്തത്, ആഹാ എന്താ മണമെന്നറിയോ? കാര്യം ആ ഓയിലിൽ കംപ്ലീറ്റ് ആ ഒരു മീറ്റിൻ്റെ ഒക്കെ ഒരു ഭയങ്കര ടേസ്റ്റ്, ആ മണം നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി 2 സവാള, മീഡിയം സവാള ഇതുപോലെ ചെറുതായിട്ട് ഫൈനലി ചോപ്ഡ്, അല്ലെങ്കിൽ ഹാഫ് സ്ലൈസസ് ആണെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ട് കളറ് മാറുന്നവരെ ഇങ്ങനെ വഴറ്റും. അപ്പോൾ കാര്യങ്ങളെല്ലാം ദ്രുതഗതിയിൽ നടക്കുന്നു. ഒരു സൈഡിൽ നമ്മൾ വഴറ്റാനുള്ള കാര്യങ്ങൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള എല്ലാം നല്ല ഇറച്ചി വറുത്ത എണ്ണയിൽ ഇങ്ങനെ മൂത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പുറത്ത് മീറ്റ് ബോൾസ് റെഡി ആയിക്കൊണ്ട്. മീറ്റ് ബോൾസ് എന്ന് പറയുമ്പോൾ പക്ക റൗണ്ടായിട്ടല്ല ഞാൻ ചെയ്യുന്നത്, ഇങ്ങനെ ഒരു റൗണ്ട് പോലെയൊക്കെ ചെയ്തു അത്രേ ഉള്ളൂ. അതിങ്ങനെ പീസസ് ആയിട്ട് ഇങ്ങനെ കിടക്കും. പിന്നെ ഉരുളക്കിഴങ്ങ് ഒന്നുകിലൊരു വലുത് അല്ലെങ്കിൽ 2 മീഡിയം. ഞാനിപ്പോൾ 2 മീഡിയം സൈസിൽ ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം മാറ്റിയിട്ട് ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ ഇട്ടിരിക്കുക. ഇത് നമ്മൾ നേരത്തെ പൊടിച്ച മസാലയുടെ ബാക്കി. ഇത് പ്രധാനമാണ്. കുരുമുളക്, മഞ്ഞൾപ്പൊടി എല്ലാം ചേർന്ന് വരുന്ന കാര്യങ്ങളാണ്. ഗരം മസാലപ്പൊടിയുണ്ട്, ഇതെല്ലാം കൂടി മല്ലിപ്പൊടി, ഇതെല്ലാം ഇത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ചൊരു ഗ്രേവി തിക്കാവാനായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊരു 1/2 കപ്പ് തേങ്ങയുണ്ട്. പിന്നെ കശ 1 ടീസ്പൂൺ പോപ്പി സീഡ്സ്. നിർബന്ധമില്ല, വേണ്ടാത്തവർ അത് ഉപയോഗിക്കണമെന്നില്ല, അത് വേറൊരു ടേസ്റ്റാണ്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി വെള്ളത്തിൽ കുതിരായിട്ടിട്ടുണ്ട്. ഒരു 50 ഗ്രാമോളം അണ്ടിപ്പരിപ്പ് കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് 3ഉം കൂടി ഒരു പേസ്റ്റായിട്ട് ഞാൻ അരച്ചിട്ട് വരും. 1/2 കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ കശ ആൻഡ് 25 to 50 ഗ്രാംസ് ഓഫ് അണ്ടിപ്പരിപ്പ്, എത്രയാണെങ്കിലും കുഴപ്പമില്ല. ദേ നമ്മുടെ മീറ്റ് ബോൾ സെക്കൻഡ് ലോട്ട് ഈസ് ഓൾസോ റെഡി. ഇതിൽ നിന്ന് മാറ്റാം. ദേ ഇവിടെ ഏതാണ്ട് സെറ്റായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച മസാല കുറച്ചാണ് നമ്മൾ മീറ്റ് ബോൾസിൻ്റെ മിക്സിൽ ഒരല്പം 1 ടീസ്പൂൺ ചേർത്തു. ബാക്കിയുള്ള മസാലയാണ് ഇതിലിപ്പോൾ മുഴുവൻ കുരുമുളകും, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല ചേർത്ത് പൊടിച്ച. ആഹാ നല്ല മൂത്ത് പെട്ടെന്ന് തന്നെ മൂക്ക് കേട്ടോ. എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെ ചൂടായി കിടക്കല്ലേ. ഇത് ഇനി ഉരുളക്കിഴങ്ങിൻ്റെ പീസസ് ഒരു ചെറിയ പീസായാലും മതി, ഇതിനെക്കാട്ടിലും ചെറുതാക്കാം വേണമെങ്കിൽ. പാത്രത്തിനും നല്ല ചൂടുണ്ട്, എണ്ണയ്ക്കും നല്ല ചൂടുണ്ട്. ഓക്കെ, 5 മിനിറ്റ് ഇങ്ങനെ വഴറ്റി കൊടുക്കാം. തേങ്ങാപ്പാലാണ് ഇത്, ഒരു 2ാം പാലിൻ്റെ അളവിലാണ്. ഇതിവിടെ 5 മിനിറ്റ് സമയം കഴിഞ്ഞു. ഓക്കെ, 5 മിനിറ്റ് സമയം കഴിഞ്ഞു. ഉരുളക്കിഴങ്ങെല്ലാം കുറച്ച് 5 മിനിറ്റ്സ് ആയിട്ട് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ 2 കപ്പായി. ഇത്രയും മീറ്റ് ബോൾസ് ഉണ്ടല്ലോ നമുക്ക്, അപ്പോൾ അതിനനുസരിച്ചിട്ട് ഗ്രേവി വേണം.
അപ്പോൾ ഏതാണ്ട് ഒരു 4 കപ്പ് തേങ്ങാപ്പാൽ. ഇനി ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. തിളയ്ക്കട്ടെ. ഉരുളക്കിഴങ്ങ് വേകാനുണ്ട്. അപ്പോൾ നമ്മുടെ മീറ്റ് ബോൾസ് കറിയുടെ അവസാന ഭാഗം എത്താറായി. കാര്യം ആ തേങ്ങ, അണ്ടിപ്പരിപ്പ്, കശകശ, അതായത് പോപ്പി സീഡ്സ് അരച്ച് വെച്ച് കഴിഞ്ഞു. മീറ്റ് ബോൾസ് റെഡി. ഗ്രേവിയിൽ ഉരുളക്കിഴങ്ങിൻ്റെ പീസസ് കിടന്ന് തിളയ്ക്കുന്നു. അപ്പോൾ അതൊരു പകുതി വേഗമാകുമ്പോൾ നമുക്ക് മീറ്റ് ബോൾസും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നോക്കിക്കോളൂ. അപ്പോൾ ഞാൻ ഏകദേശം പിന്നെ ഞാൻ 1 കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കേട്ടോ. അപ്പോൾ ഒരു ഇടത്തരം രണ്ടാം പാലായവോ അങ്ങനത്തെ കുറച്ച് ലൂസായിട്ടുള്ള പാൽ മതി, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി കൂടുതലെടുക്കാമല്ലോ, അത് കുറച്ച് വെള്ളം കൂടുതലാക്കി ചെയ്താൽ മതി. ഇനി ഇത്രയും മീറ്റ് ബോൾസും കൂടി ഇതിലേക്ക് ചേർക്കും. അതായത് ഉരുളക്കിഴങ്ങെല്ലാം ഒരു പകുതി വേഗമായിട്ടുണ്ട്. ഇനി ഇതും കൂടി ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് തിളയ്ക്കണം. അതുകൊണ്ട് ഇട്ട് കൊടുക്കാം. ഇത് ഓൾറെഡി കുക്കാണ്, എങ്കിലും ഒന്നുകൂടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് ശരിയായി വരും. ആവശ്യത്തിന് ഗ്രേവി വേണം. എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി ഒരു 15 to 20 മിനിറ്റ്സ് ഇങ്ങനെ കിടക്കട്ടെ. ഒരു ഇടത്തരം തീയിൽ കിടന്നിട്ട് എല്ലാം കൂടി തിളച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഫുള്ളായിട്ട് വേഗം. മീറ്റ് ബോൾസ് ഒന്നുകൂടി സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഉപ്പൊക്കെ ഈ സ്റ്റേജിൽ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിലും ചേർക്കാം. ലാസ്റ്റ് ചേർക്കാനുള്ള കാര്യം ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റാണ്. കാഷ്യൂ കോക്കനട്ട് പേസ്റ്റ്. പിന്നെ കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ മൈക്ക് കൊണ്ടുപോകാൻ പോടൂ ദേ മോളെ. അപ്പോൾ നമ്മുടെ മീറ്റ് ബോൾസ് എല്ലാം കറക്റ്റ് 15 മിനിറ്റ്സ് കഴിഞ്ഞു. 20 മിനിറ്റോളമായി. ഉരുളക്കിഴങ്ങ് ഭാഗത്ത് വെന്തിട്ടുണ്ട്. വാ, കറക്റ്റായി. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർക്കാം. കുറുക്കി നല്ല ഗ്രേവി. കറി ഈസ് റെഡി. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഫിനിഷിങ്. ഓക്കെ, കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇനി ഈ നല്ല കുറുക്കിയ ചാറോട് കൂടിയുള്ള മീറ്റ് ബോൾസ് കറി ഈസ് റെഡി. ഇനി നമ്മുടെ അപ്പത്തിൻ്റെ ബാറ്ററിലേക്ക് പോകാം. ഇതേ അപ്പത്തിൻ്റെ മാവ് നമ്മൾ കുഴച്ച് വെച്ചത് ഇങ്ങനെ ഇരിക്കുന്നു, തിക്കായിട്ട്. ഇനി ഇതിലേക്ക് 2 കാര്യങ്ങൾ. ഒന്ന്, ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു മുട്ട ചേർത്തു. ഇനി ഇതിലേക്ക് ഇതേ നോക്കിയാൽ ഇത് 1 ടീസ്പൂൺ ഈസ്റ്റ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് ചെറു ചൂടുവെള്ളത്തിൽ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്നു. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല മിക്സിങ് വേണം. ഈസ്റ്റ് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്തണം. 1 ടീസ്പൂണേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂട്ടം ഓർമ്മയുണ്ടല്ലോ, 4 സ്ലൈസ് ബ്രെഡുണ്ട്, 1/2 കപ്പ് വെളുത്ത അവൽ കുതിർത്തതുണ്ട്, ഏതാണ്ടൊരു 3 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചിരുന്നു അരയ്ക്കുന്ന സമയത്ത്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഉണ്ടായിരുന്നു, 1 കപ്പ് തേങ്ങ ഉണ്ടായിരുന്നു, 2 കപ്പ് അരിപ്പൊടി എന്ന് പറയുമ്പോൾ അപ്പത്തിൻ്റെ പൊടി. പിന്നെ തേങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് തരിതരിപ്പായിട്ടാണ് ഞാൻ അരച്ചിരിക്കുന്നത്. വളരെ ഫൈൻ പേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഈസ്റ്റും കൂടി ചേർത്തു. ഇനി മധുരമൊക്കെ ഓരോരുത്തർ ഇഷ്ടം. ഇച്ചിരി ഇവിടെ ആയാലും കുഴപ്പമില്ലെങ്കിൽ ചേർക്കാം, പക്ഷെ ഞാൻ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഉപ്പും കുറച്ച് നല്ല ജീരകവും കൂടി ചേർക്കാം. നല്ല ജീരകം ഒരു 1/2 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ചേർത്ത് മറക്കണ്ട. ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി, ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് അതും കൂടി ചേർത്തിട്ടാണ് അരച്ചത്. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്, എല്ലാം സോഫ്റ്റ് ആകാനുള്ള കാര്യങ്ങളാണ്. ഇതിപ്പോൾ ഇൻസ്റ്റൻ്റ് അപ്പമാണ്. നമ്മൾ കറി ഉണ്ടാക്കുന്ന അത്രയും സമയം മാവ് മാറ്റി വെച്ചു. അപ്പോൾ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ ഒരു 5 മിനിറ്റ് മുമ്പാണ് പേസ്റ്റൊക്കെ ചേർക്കുന്നത്. മാവൊക്കെ നല്ല പദം വന്നിട്ടുണ്ട്. ഓക്കെ, 5 മിനിറ്റ്സ്. അത് കഴിഞ്ഞാൽ ഉണ്ടാക്കി തുടങ്ങാം. ഇനി ഒരു കാര്യം കൂടി ഞാൻ ചേർക്കും. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇതെല്ലാ കാര്യങ്ങളും അപ്പത്തിനെ സോഫ്റ്റ് ആക്കുന്ന കാര്യങ്ങളാണ്. ഇത് ഞാനൊരു കല്ലപ്പം പോലെയാണ് ചെയ്യുന്നത്. ഒരു സ്പെഷ്യൽ കല്ലപ്പം എന്ന് പറയാം, ഇൻസ്റ്റൻറ്റ് കല്ലപ്പം. അടുപ്പ് കത്തിക്കാം.
കല്ലടുപ്പിൽ വെച്ച് ചൂടാക്കാം. ഇത് നോക്കിയേ, പെർഫെക്റ്റ്ലി ഡൺ. നമ്മുടെ മീറ്റ് ബോൾസ് കറി നല്ല കുറുകിയ ചാറോടുകൂടി, ആവശ്യത്തിന് ചാറുണ്ട്, ഉള്ള ചാറെല്ലാം നല്ല കുറുകിയതാണ്. ഇടയ്ക്കിടയ്ക്ക് പൊട്ടറ്റോസ് ഉണ്ട്. പൊട്ടറ്റോ വേണ്ടാത്തവർക്ക് അത് ചേർക്കണം നിർബന്ധമില്ല, പക്ഷെ ഞാൻ പൊട്ടറ്റോ കൂടി ചേർക്കുകയാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ, വെന്ത് കലങ്ങി പോയിട്ടില്ല. അതെ, ഇങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട് ആ രീതിയിൽ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കാര്യം കൂടി ഞാൻ ചേർക്കാൻ പോകും. ഒരു ടീസ്പൂൺ വിനാഗിരി. അതും കൂടി വരുമ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് ഒരു കോമ്പിനേഷനാണ്. രുചിയെല്ലാം ബാലൻസ് ചെയ്യാനാണ് വിനീഗറും കൂടി ചേർക്കുന്നത്. അത്രയേ ഉള്ളൂ, സിമ്പിൾ. ഉപ്പ് നോക്കിക്കോട്ടെ, ഉപ്പല്പം കൂടെ വേണം, കുറച്ചുപ്പും കൂടി ചേർക്കും. ഇനി എരിവൊക്കെ കുറച്ചുകൂടി വേണം തോന്നുകയാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്താൽ മതി, എക്സ്ട്രാ വേണമെങ്കിൽ. അങ്ങനത്തെ കാര്യം മാത്രമേ ഉള്ളൂ. ഇതൊരു മീഡിയം എരിവുണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പോൾ കല്ല് നല്ല ചൂടായി. ഇനി നമുക്ക് ആദ്യത്തെ അപ്പത്തിന് വേണ്ട മാവ് കോരി ഒഴിക്കാം. ചെറുതായി ഒന്ന് അടച്ച് വയ്ക്കാം. ഇനി ഇതൊന്ന് പൊക്കിയിട്ട് തിരിച്ചിടാം. ഓക്കെ, ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ഒന്ന് അടയ്ക്കുന്നു, പിന്നെ തിരിച്ചിടാം. കറക്റ്റ്. നല്ലൊരു കരിക്കപ്പമൊക്കെ കഴിക്കുന്ന ടേസ്റ്റ് ആയിരിക്കും. ആ ഈസ്റ്റും കൂടി ചേർത്ത് ഒരു അരമണിക്കൂർ വെച്ചിട്ട് തുടങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ്. ഇത് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മാവ് ബെറ്ററായിക്കൊണ്ടേയിരിക്കും. ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ അപ്പം തന്നെ തുടങ്ങി. ഇപ്പോൾ ചെറുതായിട്ട് ഹോൾസൊക്കെ വന്നു തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈസ്റ്റ് ആക്ടിവേറ്റഡ് ആയി വരുന്നതേ ഉള്ളൂ. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തുടങ്ങുമ്പോൾ സമയമെടുക്കും, പക്ഷേ ഒരു അരമണിക്കൂർ വിട്ട് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും നിങ്ങൾക്ക്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ശരിയായി വന്നുകൊണ്ടേയിരിക്കും. മീറ്റ് ബോൾസിൻ്റെ കറി ഞാൻ സെർവിങ് പാത്രത്തിലേക്ക് മാറ്റുന്നു. ആഹാ, കാണാനും മനോഹരം, ടേസ്റ്റ് അതിലും ഗംഭീരമാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ മട്ടണിൽ ചെയ്തു, നിങ്ങൾക്ക് ബീഫിലും ചെയ്യാം. ബീഫ് മിൻസിൽ ചെയ്യാം. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നോക്കി 1/2 കിലോയിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എത്ര പേർക്ക് കഴിക്കാതെ. ഇടയ്ക്കിടയ്ക്ക് ചെറിയ പൊട്ടറ്റോ പീസസൊക്കെ ആയിട്ട്. ഇത് നല്ല എന്താ പറയുക, ഒരു കുറുമ സ്റ്റൈലാണ് ആക്ച്വലി. അപ്പം നല്ല കോമ്പിനേഷനാണ്. ഇടിയപ്പം ഇസ് ഓൾസോ ഗുഡ്, പത്തിരി ഇസ് ഓൾസോ ഗുഡ്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഈസ്റ്റർ സ്പെഷ്യൽ ആയതുകൊണ്ട് അപ്പം തന്നെ ആയിരിക്കും ഇതിൻ്റെ നല്ല കോമ്പിനേഷൻ. പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ശരിക്കും ഒരു കരിക്കപ്പം കഴിക്കുന്ന പോലെ ഇരിക്കും, പുളിയൊന്നുമില്ല, നല്ലൊരു സോഫ്റ്റ് സാധാരണ ഒരു സംഭവം. പക്ഷേ ഇനി നിങ്ങൾക്കിത് കുറച്ചുകൂടി ഭയങ്കര കുറച്ച് പുളിയൊക്കെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ, പുളിപ്പിച്ചൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് പിറ്റേ ദിവസം ചെയ്താൽ മതി. നമ്മൾ രാത്രി ഇങ്ങനെ ആട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം ചെയ്യാം. രണ്ട് ഓപ്ഷൻ, രണ്ട് രീതിയിലും ചെയ്യാൻ പറ്റിയ ഒരു അപ്പമാണിത്. ഇത് നമ്മുടെ ഒരു കല്ലപ്പം, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കല്ലപ്പം, ഇൻസ്റ്റൻറ്റ് കല്ലപ്പം. ഇൻസ്റ്റൻറ്റ് കല്ലപ്പത്തിനെ അല്ലാത്ത കല്ലപ്പം ആക്കാം. ഓവർനൈറ്റ് വെച്ചാൽ മതി. ഒരു 8 hours ഒന്ന് പുളിപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പുളിയും കൂടി കയറും. അപ്പോൾ ഞാനിങ്ങനെ ഈ സോഫ്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതാണ്ടായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഫൈനൽ നോക്കിക്കോളൂ. ഞാൻ പാത്രത്തിലേക്ക് മാറ്റി, പിന്നെ അപ്പം കൂടി എടുത്ത് വെച്ചിട്ട് ഞാനൊന്ന് കഴിച്ച് കാണിക്കും. അങ്ങനെ നമ്മുടെ ഈസ്റ്റർ വിഭവം. അപ്പോൾ എല്ലാ പ്രാവശ്യവും നിങ്ങൾ സാധാരണ ചിക്കൻ, മട്ടൺ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കുമല്ലോ, ബീഫൊക്കെ, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം വന്നൊരു മീറ്റ് ബോൾ വെച്ച് ചെയ്ത് നോക്കൂ. ഇതൊരു അടിപൊളി കറിയാണ്. അതിനകത്ത് നിങ്ങൾക്ക് ഏത് തരം അപ്പത്തിൽ വേണമെങ്കിലും ചെയ്യാം. ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മെത്തേഡ് ഓഫ് അപ്പം ഓൾസോ ഈസ് ഓക്കെ. പാലപ്പം ആകാം, വട്ടയപ്പം ആകാം, എല്ലാം ആകാം. അപ്പോൾ ഈ അളവിൽ നിന്ന് ഏകദേശം ഒരു 10-20 അപ്പം ഉണ്ടാക്കാൻ സാധിക്കും, ഓൾമോസ്റ്റ്. പീസ് ഓഫ് മീറ്റ് ബോൾ ഞാനിപ്പോൾ ഒന്നേ എടുക്കുന്നുള്ളൂ. ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ എടുക്കാം, കുറേ എടുക്കാം, വേണമെങ്കിൽ 3 or 4 ഒക്കെ എടുക്കാം. അപ്പം സോഫ്റ്റ് കോരി എടുക്കുന്നു. അടിപൊളി, അതെ, വെരി സോഫ്റ്റ് മീറ്റ് ബോൾ. നോക്കിയേ, സോഫ്റ്റ് ആൻഡ് സോഫ്റ്റ്. അപ്പത്തിന് പുളിയില്ല കേട്ടോ, ഒരു സ്വീറ്റ് പാവം അപ്പം.
ഇനി ഇത് പുളിപ്പിച്ചപ്പോൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഓവർനൈറ്റ് ഇപ്പം ഈസ്റ്റർ നാളെയാണല്ലോ, അപ്പോൾ ഇന്ന് രാത്രി തന്നെ ചെയ്ത് വയ്ക്കും, രാവിലെ അപ്പം ഉണ്ടാക്കും. അപ്പോൾ കുറച്ച് പുളിച്ചിട്ട് കറക്റ്റായിട്ട് ആ രീതിയിൽ കിട്ടും. ഇതിപ്പോൾ ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തു എന്നുള്ളൂ. എക്സലൻറ്റ്, നിങ്ങൾക്കിഷ്ടവും. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്, കമൻറ്റ് ബോക്സിലേക്ക് വരിക. അപ്പോൾ സന്തോഷം, നിങ്ങളെല്ലാവരും തിരക്കിലാണെന്നറിയാം. നാളത്തെ ഈസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളെല്ലാം തന്നെ വളരെ ബിസിയാണെന്നറിയാം. പറ്റുന്ന സമയത്ത് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുക ഇപ്രാവശ്യം, അല്ലെങ്കിൽ വേറെ ദിവസം ഉണ്ടാക്കുക. എന്തായാലും സന്തോഷമേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, അഡ്വാൻസ് ഈസ്റ്റർ വിഷസ് എല്ലാവർക്കും. ഓക്കെ, മനസ്സ് നിറഞ്ഞു പറയുന്നു, എല്ലാവർക്കും നല്ലൊരു ഈസ്റ്റർ ആശംസിക്കുന്നു. സന്തോഷം. താങ്ക് യു. ബൈ.